ആ എന്താണ് വേലക്കാരിയുടെ വിശേഷങ്ങൾ? അതെ, ആ വേലക്കാരി ഭയങ്കര എക്സ്പെർട്ട് കുക്കാണ്. ഉച്ചക്ക് എന്ത് വേണമെന്ന് രാവിലെ പറഞ്ഞാൽ മതി, എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അയ്യോ ഭയങ്കര സംഭവമാണല്ലേ. ഇതേ നിനക്കതിൽ ഭയങ്കര പുതുമ തോന്നും. ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. നിനക്കതിന് കഴിയാത്തോണ്ടാ ഇത്ര അത്ഭുതമായിട്ട് തോന്നണേ. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കി തന്നത് ഉരുട്ടി വിഴുങ്ങിയിട്ടല്ലേ ഈ തടി ഇങ്ങ് പോകുന്നത്. വലിയ വർത്താനൊന്നും പറയണ്ടേ സത്യേട്ടൻ. ആ കല്യാണ ഫോട്ടോ ഒന്ന് എടുത്തു നോക്ക്. ഇങ്ങനെ ഇരുന്നിരുന്നത്, എന്നിട്ട് എന്റെ പാചകത്തിന് കുറ്റോ. എന്തായാലും പുതിയ ജോലിക്കാരി വന്നപ്പോ ആലീസ് ഒന്ന് ഉഷാറായിട്ടുണ്ട്. എന്നോടുള്ള ആ പഴയ അകൽച്ചയൊക്കെ അങ്ങ് പോയിന്നേ. അതെ, ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് 24 മണിക്കൂറും അവിടെ പോയി നിൽക്കാൻ നോക്കണ്ട. എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ ഇരുന്നാൽ മതി. ഒരുപാട് ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കണ്ട. പോയിട്ടൊരു ചായ എടുക്കാൻ നോക്കും. ഇപ്പൊ ഇല്ല ഒരു ചായ കുടിച്ചേ. ഒരു ചായ കൂടെ കുടിച്ചാൽ ചത്തൊന്നും പോകില്ലല്ലോ. ഉണ്ണിയാർച്ചേ, ആലീസ് ആണല്ലോ. പുതിയ എന്തോ സംഗതി കിട്ടിയിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് വരേ. എന്റെ ദൈവമേ, ഇത് വലിയ കഷ്ടമായല്ലോ. ആ പവിത്രനാണ് എല്ലാത്തിനും കാരണം. ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിച്ച് വെക്കും ബാക്കിയുള്ളതിന്റെ സ്വസ്ഥത കളയാനായിട്ട്. പവിത്ര, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം ഇപ്പൊ തന്നെ. ആ ആ ആലിസേ, ഒരു ചായ എടുത്തേ. എന്നിട്ട് എന്റെ പാന്റ് ഷർട്ടും ഒന്ന് തേച്ച് വെക്കണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. സാറേ ചായ. ചാരു വരണോ? ആലിസ് എന്തേ? അതെ, അപ്പുറത്തെ ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അത് ഇതുവരെ തീർന്നില്ലേ? ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. അതെ, ചാരു പോയിട്ട് അവളെ ഒന്ന് വിളിക്കണേ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ എന്റെ ഷർട്ടും പാന്റും ഒന്ന് തേച്ച് വെക്കണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം. ശരി, ഇപ്പൊ വിളിക്കാം. ചായ. എന്താ അപ്പുറത്തെ പുതിയ വിശേഷം? ഓ, ചുമ്മാ ഓരോരോ കാര്യങ്ങള്. ആ ചാരുലതയെ കുറിച്ചാ മൊത്തം വർത്തമാനം. ചാരുലതയുടെ സ്വഭാവം നല്ലതാണ്, ചാരുലത ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട്, ചാരുലതയ്ക്ക് ഭയങ്കര ഭക്തിയാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ അപ്പുറത്തൊരു ജോലിക്കാരി വന്നുകൊണ്ട് ഇവിടുത്തെ ജോലിയൊന്നും നടക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇറങ്ങി എന്റെ വിധം മാറും. സത്യം എന്തിനാ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ആ ആലീസ് ഒരു പാവാന്നേ, അതുകൊണ്ടല്ലേ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നേ. പിട്ടുകളെ സത്യേട്ടാ. ആ നീ വന്നോ? ആ എന്നാ സാറ് വിളിപ്പിച്ചേ? എന്നെ ഞാനൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്നാ പറ്റി? എന്താ നിന്റെ ഉദ്ദേശം? നീ ആദ്യം ഞാൻ അറിയാതെ ആ മൃഗത്തിന് ആ വീടെടുത്തു കൊടുത്തു. അപ്പോഴേ ഞാൻ കരുതാവും എനിക്കൊന്നും ഒരു തലവേനയാവും. അപ്പൊ നീ അടുത്ത തലവേന ഉണ്ടാക്കി വെച്ചേക്കാം. എന്നാ തലവേന? ഇവിടെ ഒരു വേലക്കാരി കൊണ്ടുവന്ന് കൊടുത്താ. വേലക്കാരി സാറ് കൂടെ പ്രശ്നം? അതൊരു വാഹം പിടിച്ച് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നത്തിനും വരത്തില്ല. വേലക്കാരി പ്രശ്നമില്ല, പിന്നെ പക്ഷെ ആ മൃഗത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരെനിക്ക് സ്വൈര്യം തരുന്നില്ല. ഒരു വേലക്കാരി വന്നു പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കാനായിട്ട് എപ്പോഴും ആ വരാന്തയിൽ ഇറങ്ങിയിട്ട് വേണ്ട ബഹളമാണ്. ആർച്ചയ്ക്ക് പോലും സ്വൈര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇമ്മാതിരി അവിടെ വന്നിട്ട് ഇത് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഭാഷ പ്രയോഗിക്കുന്നവരോട് പോയി പറഞ്ഞേക്കും. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പവിത്ര, ഇതിപ്പോ സത്യമായിട്ട് പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. പുതിയ വേലക്കാരി വന്ന സന്തോഷത്തില് ആലീസ് എന്തോ പറഞ്ഞു. അത് ഇന്നത്തെ പുതുമ, നാളെ അങ്ങ് പൊക്കോളും. ഇത് അതൊന്നും അല്ല. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ട്, അതായി കാണിക്കുന്നത്. എന്റെ സാറേ, ഞാൻ അവരോട് പറഞ്ഞോളാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാറ് ധൈര്യമായിട്ടില്ല പോരെ? ഉണ്ടായിരുന്നാ കൊള്ളാം. ശരിയാണ്. പവിത്ര, ആ വേലക്കാരി പെങ്കൊച്ചിന്റെ പേരെന്തോ? ചാരുലത. എത്ര വയസ്സ് പ്രായം വരും? ഒരു 25 വയസ്സ് വരും. ബെസ്റ്റ്. പവിത്ര, 25 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് നീ ആ മൃഗത്തിന്റെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇത് അയലോകത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് അവനെ കൊണ്ട് സ്വസ്ഥതയില്ല. അപ്പോഴാണ് കൊച്ചു പെൺകുട്ടിയെ. സാറ് വിചാരിക്കുന്ന പോലൊന്നുമല്ല. ചാരുലത എന്റെ ഒരു അകന്ന ബന്ധുവാ, തങ്കപ്പെട്ട കൊച്ചത്. എനിക്ക് കുഞ്ഞിലോട്ട് അറിയാന്നല്ലേ. ചാരുലത തങ്കപ്പെട്ട സ്വഭാവമാണ്, പക്ഷേ മൃഗത്തിന്റെ സ്വഭാവം തങ്കപ്പെട്ടതല്ല. ഞാനൊരു കാര്യം പറയാം, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേള് നിന്റെ ബന്ധുവിനാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പവിത്ര. ഇത് ഞാനൊരു പോലീസുകാരനായിട്ട് പറയാ, ഇതുപോലെ പല കേസുകളും സ്റ്റേഷനിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാ. ആ ഒരു അനുഭവം സംബന്ധിച്ച് പറയാണ്. സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. ചെയ്യുന്നു.